ഒരു നുണ മറയ്ക്കാൻ മറ്റൊരു നുണ, അല്ലാതെന്താ? അഖിലയോട് ഞാൻ ഒരു നുണയും പറഞ്ഞിട്ടില്ല. ഇല്ലായിരിക്കാം, പക്ഷേ പറയേണ്ട ഒരു സത്യം മാത്രം പറഞ്ഞില്ല. നിങ്ങൾ വിവാഹിതനാണെന്ന സത്യം. ഇല്ല, പറഞ്ഞില്ല. എന്തുകൊണ്ട്? അത് സത്യമല്ലാത്തതുകൊണ്ട്. രഞ്ജു എന്റെ അമ്മാവന്റെ മകളാണ്. സ്നേഹിച്ച പുരുഷൻ വിവാഹത്തലേന്ന് കാലുമാറിയപ്പോ മറ്റേതൊരു പെൺകുട്ടിയെയും പോലെ മാനസികമായി അവളും തകർന്നുപോയി. 3 ദിവസം ബോധം നശിച്ച ആശുപത്രിയിൽ കിടന്ന അവൾ ബോധം വന്നപ്പോൾ ആദ്യം മുന്നിൽ കണ്ടത് എന്നെയാണ്. സത്യത്തിൽ എന്റെ ദുരവസ്ഥ അവിടെ തുടങ്ങിയായിരുന്നു. അവളുടെ വിവാഹം കഴിഞ്ഞെന്നും അവളെ സ്നേഹിച്ച ചെറുപ്പക്കാരൻ ഞാനാണെന്നുമുള്ള വിചിത്രമായ വിചാരം എങ്ങനെയോ മനസ്സിൽ കടന്നുകൂടി. അത് തിരുത്താൻ പോയപ്പം ആകെ വയലന്റായി. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇന്നും ഞാൻ അങ്ങനെ അഭിനയിക്കുകയാണ്. അഖിലയ്ക്ക് ഓർമ്മയില്ലേ, ഞാൻ അവളുടെ ഭർത്താവാണെന്ന് അവളെന്ന് പറഞ്ഞപ്പം ഒപ്പമുണ്ടായിരുന്ന അമ്മു ഒന്നും മിണ്ടിയില്ല. എന്തുകൊണ്ട്? മിണ്ടിയാൽ അവിടെ ഒരു സീൻ ഉണ്ടാവുമെന്ന് അമ്മുവിനും അറിയാം. പാവം അമ്മുവിന് പോലും അഭിനയിക്കേണ്ടി വന്നു. ആ അവസ്ഥയിൽ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് അഖിലയെന്ന് രഞ്ജുവിനോട് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്ക്. അടുത്ത മാസം ചികിത്സയ്ക്കായി അവൾ ബാംഗ്ലൂർക്ക് പോവുകയാണ്. ഇനി അഖില എന്നോട് പിണങ്ങിയാലും ശരി, എന്നെ വെറുത്താലും ശരി, പഴയ രഞ്ജുവിനെ വീണ്ടെടുക്കാൻ വേണ്ടി എനിക്ക് അഭിനയിച്ചേ പറ്റൂ. സോറി. അഖില, നീ ടെൻഷൻ അടിക്കാതെ. നെല്ലും പതിരും ഞാൻ ഇപ്പൊ തിരിച്ചു തരാം. ആള് ബാംഗ്ലൂട്ട് പോയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. വരുന്നുണ്ട്. മൂട്. ഹായ്, അമ്മു അല്ലേ? അതെ, ഞാൻ ഡോക്ടർ ജയലക്ഷ്മിയുടെ കസിൻ ജോൾസിന. ഇതെന്റെ ഫ്രണ്ട്. അമ്മു എന്നെ ഹെൽപ്പ് ചെയ്യണം. ഞാനോ? എങ്ങനെ? ഞാൻ പറയാം. മനുസാറിന്റെ കമ്പനിയില് ഞാനൊരു പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അമ്മ ഒന്ന് മനുസാറിനോട് റെക്കമെൻഡ് ചെയ്യും. അയ്യോ, ഞാൻ പറഞ്ഞാലൊന്നും മനോട്ടൻ കേൾക്കില്ല, ഓടിക്കു തന്നെ. പിന്നെ ആര് പറഞ്ഞാൽ കേൾക്കും? രഞ്ജിയെ കണ്ടാ മതി. അതാരാ? മനോട്ടന്റെ ഭാര്യ. ചേച്ചി പറഞ്ഞ മനോട്ടിനെ കേൾക്കാതിരിക്കാൻ പറ്റില്ല. ആ ചേച്ചിക്ക് എന്തോ അസുഖം. അസുഖോ? എന്തസുഖം? അല്ല, എന്തോ മെന്റൽ പ്രോബ്ലം. മൈ ഗാഡ്, നിങ്ങൾ എന്താ ഈ പറയുന്നേ? നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ ന്യൂസ് കിട്ടിയത്? മനോട്ടന്റെ ചെവിയിലെങ്ങാൻ ഇതെത്തണം. അയ്യോ കുട്ടി, ആരാ പറഞ്ഞതെന്ന് ഓർമ്മയില്ല. പക്ഷേ എന്ത് പക്ഷേ? ആദ്യം മനോട്ടിനെ കുറിച്ചും കമ്പനിയെ കുറിച്ചും ശരിക്കും മനസ്സിലാക്കുക, എന്നിട്ട് മതി ജോലിക്ക് ചേരുന്നൊക്കെ. എന്ത് മണ്ടത്തരമാക്കി നീ പറയുന്നേ? ഈ ഒരു നിസ്സാര കാര്യത്തിന് ജോലി വേണ്ടെന്ന് വെക്കി. നിസ്സാര കാര്യോ? പക്ക ഫ്രോഡായ അയാളുടെ കമ്പനിയില് ഞാൻ ഇനി എങ്ങനെ ജോലി ചെയ്യും? ചെല്ലാൻ പോവാ ഞാൻ അങ്ങോട്ട്. എന്നിട്ട് അയാളുടെ മുഖത്ത് നോക്കി 4 വർത്താനം പറയണം. ഇതാ ഇപ്പൊ നന്നായേ. അയാൾ ഒരു പക്ക ഫ്രോഡാണെങ്കിൽ നീ ഒരു പക്ക ഫൂളാണെന്നേ ഞാൻ പറയൂ. ഐമാറ്റ് കമ്പനിയിലെ മോഡലാകണമെന്ന് നീ കുറെ കൊതിച്ചതല്ലേ? ഇപ്പൊ അത് കിട്ടുകയും ചെയ്തു. പറയുന്ന പണവും തരുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ വേണ്ടാന്ന് വെക്കുന്ന നീ ഒരു ഫൂളല്ലേ? ഞാൻ പിന്നെ എന്താ വേണ്ടത്? അയാൾ ഇങ്ങോട്ട് കളിച്ചതുപോലെ നീ അങ്ങോട്ടും കളിക്കണം. അയാള് പറഞ്ഞ കള്ളക്കഥ വിശ്വസിച്ചതായിട്ട് നീ അഭിനയിക്കണം. എന്നിട്ട് അയാളായിട്ട് വട്ടം ചുറ്റിക്കണം. ഇനി ഒരു പെണ്ണിനോടും ഈ മാതിരി കാട്ടാതിരിക്കാൻ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ്. ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മുടെ കിച്ചുവിന്റെ കാര്യം. കിച്ചുവിന് എന്ത് പറ്റി? പച്ച പാവായിരുന്ന ചെക്കൻ ഇത്ര പെട്ടെന്നൊരു കല്യാണം കഴിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കാനേ വയ്യ. ഈ പ്രേമത്തിന് കണ്ണില്ലെന്നല്ലേ? ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. നമ്മളും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. നിന്റെ അച്ഛന്റെ കണ്ണ് വെട്ടിച്ച് 1 കൊല്ലമല്ലേ പ്രേമിച്ച് നടന്നത്? അതിന് ഇയാള് പച്ച പാവൊന്നും ആയിരുന്നില്ലല്ലോ. പാവമാണോ പിഴയാണോ എന്ന് ഇങ്ങനെയൊക്കെയല്ലേ അറിയുന്നത്. അവന്റെ കണ്ണിന്റെ പുറത്ത് ഒരു കറുത്ത പാറ വീണ് കിടക്കുന്ന കണ്ടില്ലേ? ലവിന്റെയാ. ഏതായാലും നമ്മുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫല്ലേ, നമുക്കൊരു വിവാഹ സമ്മാനം കൊടുക്കണം. അതെ, ഞാനും അത് ആലോചിച്ചു. നാളെ തന്നെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും. അയ്യോ, അതുപോരാ, ഒരു സർപ്രൈസ് ആവട്ടെ. നമ്മൾ തന്നെ അത് നേരിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. അവരുടെ വീട്ടിലാ? അതെ, അതിനെന്താ? ഒന്നുമില്ല, പക്ഷെ നമ്മളെ ശമ്പളം വാങ്ങുന്ന നമ്മുടെ സ്റ്റാഫിന്റെ വീട്ടിൽ നമ്മൾ പോകുന്നത് അത് വേണോ? വേണം. ഈ മനുവേട്ടിന്റെ ഒരു കോംപ്ലക്സ്. മനുവേട്ടൻ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ പൊയ്ക്കോളാം. വേണ്ട, നമുക്ക് ഒരുമിച്ച് പോകാം. അതാ എല്ലാവർക്കും നല്ലത്. സാർ, ഇത് വെറുതെ കുഴപ്പത്തിനാണ്. ഒരിക്കലൊരു നുണ പറഞ്ഞു, രഞ്ജി ചേച്ചി അത് വിശ്വസിക്കുകയും ചെയ്തു. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ? നിർത്താമായിരുന്നു, പക്ഷെ അവൾ വിശ്വസിച്ചു പോയില്ലേ. ഇനി പൊളിഞ്ഞാലാണ് കൂടുതൽ കുഴപ്പം. കറക്റ്റ്. ഈ കിച്ചുവിന് എന്താ പറഞ്ഞാ മനസ്സിലാവാത്തത്? കണ്ടോ, അഖിലയ്ക്ക് കോമൺ സെൻസ് ഉണ്ട്. പിടിച്ചു നിൽക്കാൻ ഞാൻ ഒരു നുണ പറഞ്ഞുപോയി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്തോ ചെയ്യണം? തൂങ്ങിച്ചാവണോ? യെസ് സാർ. ഞങ്ങൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് സാറ് പറ. 1 മണിക്കൂർ നേരത്തെ കാര്യം. നാളെ രാത്രി ഞങ്ങൾ രണ്ടുപേരും നിന്റെ വീട്ടിൽ ഡിന്നറിന് വരുന്നു. മടങ്ങി പോകുന്നത് വരെ ഞങ്ങളുടെ മുമ്പിൽ ഭാര്യ ഭർത്താക്കന്മാരെ നിങ്ങൾ അഭിനയിക്കുന്നു. അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? അതിലും സിമ്പിളായി വേറൊന്നുണ്ട്. എന്താ? ഞങ്ങൾ ഹണിമൂണിന് പോയെന്ന് പറഞ്ഞ പോലെ. അതൊന്നും വേണ്ട. അയ്യേ, ഞാൻ പറയുന്ന പോലെ കൊണ്ട് കേട്ടാ മതി. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് സാറേ. ഒരു പ്രശ്നമില്ല. കിച്ചൺ എന്താ എത്ര ഭയം? ഞാൻ റെഡിയാ. അതല്ല പ്രശ്നം.
എന്റെ വീട് കണ്ട ഒരു വിവാഹിതന്റെ വീടാണെന്ന് പറയേയില്ല. അതെന്താ നിന്റെ വീട്ടിന് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഞാൻ വിവാഹിതനല്ലേ എന്ന്? അങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമില്ലല്ലോ സാർ. ഒരു ഡൈനിങ് ടേബിൾ ഇല്ല, ഒരു അലമാരിയില്ല, ഒരു സോഫ സെറ്റ് ഇല്ല, ഒരു വാഷിംഗ് മെഷീൻ ഇല്ല, പിന്നെ ഒരു ടിവി ഇല്ല, ഫ്രിഡ്ജ് ഇല്ല, കിച്ചൺ വെസൽസ് ഇല്ല. അയ്യോ പിന്നെ മെയിൻ ഐറ്റം ഒരു ഡബിൾ കോട്ട് ബെഡ്. നിങ്ങൾക്ക് കിടന്ന് ഇങ്ങനെ ഓ എന്നാ പിന്നെ ഒരു കൊച്ചിനെ കൂടെ വേണ്ടിയില്ല. എന്താന്ന് വെച്ചാ വാങ്ങി ഞാൻ ഡബിൾ കോട്ട് വേണ്ട. അയ്യോ രഞ്ജു ചേച്ചി ചോദിച്ചാൽ ഞാനെന്ത് പറയും? ഡബിൾ കോട്ട് റിപ്പയറിന് കൊടുത്തിരിക്കാന്ന് പറഞ്ഞാൽ മതി. ചെല്ലി ഡബിൾ കോട്ട് എന്തെല്ലാം പുലിവാലാ ദൈവമേ. കിച്ചു എങ്ങനെയുണ്ട്? സാരി എനിക്ക് ചേരുന്നുണ്ടോ? ഈ വേഷത്തിൽ താൻ സുന്ദരിയായിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ സുന്ദരിയല്ലേ? എന്നല്ല, ഇപ്പൊ കണ്ട ഒരു നവവധുവിനെ പോലെ തന്നെയുണ്ട്. അയ്യേ ഇതൊന്നൊരു വേഷം കിച്ചു. പുതിയ ഷർട്ട് ഇട്ട് നിൽക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. ഇതൊക്കെ ഞാൻ ഇവിടെ വാങ്ങി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ മതിയെന്ന്. പോരാ, അഖിലയുടെ ഹസ്ബൻഡായി അഭിനയിക്കാൻ ഇത്രയും ഗ്ലാമർ പോരാ. ഊരിക്കേ. ഇനി ഇത് അങ്ങോട്ടിട്ടെ. കണ്ടോ ഇപ്പൊ സുന്ദര കുട്ടനായി. കണ്ണാടിയിൽ നോക്കി. ആ ഇപ്പൊ കറക്റ്റ് മാച്ച്. മെയ്ഡ് ഫോർ ഈച്ച്. അയ്യടാ. അയ്യോ ഒരു കാര്യം മറന്നു. അത് വേണ്ട. ഒരു പെണ്ണിന്റെ നെറുകയിൽ ആദ്യമായി സിന്ദൂരം അണിയിക്കേണ്ടത് താലി കെട്ടിയ പുരുഷനാ. ആ പാവത്തിന്റെ ചാൻസ് നഷ്ടപ്പെടുത്തണ്ട. മനസ്സറെത്തി. ഗുഡ് ഈവനിങ് ചേച്ചി. വരൂ അകത്തോട്ടിരിക്കാം. എങ്ങനെയുണ്ട് ചേച്ചി എന്റെ കുടില്? കുടിലോ? ഇതൊരു കുട്ടി കൊട്ടാരല്ലേ? താങ്ക്സ്. മനുവേട്ടൻ എപ്പോഴും പറയാറുണ്ട് കിച്ചു വളരെ ഇന്നസെന്റ് ആണെന്ന്. ആണോ? എന്നാ ഒരു താങ്ക്സ് കൂടെ. എന്നാ കിച്ചുവിനൊരു ഇത്തിരി കള്ളത്തരുണ്ടെന്ന്. താങ്ക്സ്. അയ്യോ കള്ളത്തരോ? അതെന്താ? ഒരു കാര്യം മാത്രം കിച്ചു മനുവേട്ടനോട് ഒളിച്ചു വെച്ചു. എന്ത് കാര്യം? കല്യാണ കാര്യം. അത് ഞങ്ങളാരും അറിഞ്ഞില്ല. അത് ഞാനും അറിഞ്ഞില്ല. അല്ല ഇതൊക്കെ പെട്ടെന്ന് അറേഞ്ച് ചെയ്തുകൊണ്ട് ആരെ അറിയിക്കാൻ പറ്റില്ലെന്ന് പറയാൻ വരികയായിരുന്നു. കിച്ചു നന്നായിട്ട് വീട് അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. താങ്ക്സ്. അത് ഒറ്റ ദിവസം കൊണ്ട്. എന്ത്? അല്ല ഈ കല്യാണം പെട്ടെന്നായതുകൊണ്ട് എല്ലാം ഒറ്റ ദിവസം കൊണ്ട് സെറ്റപ്പ് ആക്കിയെന്ന് പറയുകയായിരുന്നു. ഇപ്പൊ ഈ പെയിന്റിംഗ് എങ്ങനെയുണ്ട്? അഖില വരച്ചതാ? അഖില പെയിന്റ് ചെയ്യൂ. പിന്നെ ഈ മുറി മുഴുവൻ പെയിന്റ് ചെയ്ത് അഖിലല്ലേ? മനസ്സിലായില്ലേ? ഒരു തമാശ പറയാൻ ശ്രമിച്ചതാണ്. ഹലോ. താങ്ക് യു. വരൂ ചേച്ചി. എങ്ങനെ ഉണ്ടായിരുന്നു സാർ? ടോട്ടൽ കുളമാക്കി. എങ്ങനെ? ഓവർ എക്സ്പെൻസ്, ഓവർ എക്സ്പ്രഷൻ. തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഞങ്ങളുടെ പാചകമൊക്കെ ഇഷ്ടമായോ ചേച്ചിക്ക്? ഗ്രേറ്റ്. അഖില എന്തായിരിക്കാത്തത്? അതെ അഖിലായിരിക്കൂ. നമ്മളുടെ എന്തിനാണ് ഒരു ഫോർമാലിറ്റി അല്ലേ? ഞാൻ ഇരുന്നോളാം. അല്ല മനസ്സോർ ഒന്നും കഴിക്കുന്നില്ലല്ലോ. കഴിക്കൂ സാർ. എല്ലാം സാറിന്റെ പണം തന്നെയാണ്. അല്ല ഈ സാറ് തരുന്ന ശമ്പളം കൊണ്ടാണ് ഇതൊക്കെ വാങ്ങിയതെന്ന് പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. നിങ്ങൾ ഹണിമൂൺ എവിടെയാ പോയത്? ഹണിമൂൺ ഹണിമൂൺ എവിടെയാ സാറ് പോയത്? ഊട്ടിയില്. നിങ്ങളുടെ ഹണിമൂൺ ഞാനെങ്ങനെ അറിയുന്നത് അല്ലേ? ഹണിമൂൺ ഞങ്ങളുടെ ആയിരുന്നല്ലോ. ഒരുപാട് സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ സാറ് സമ്മതിക്കണ്ടേ? ജോലി തിരക്കേ. കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് അഖിലേനി മോഡലിംഗ് ഉപേക്ഷിക്കോ? ഏയ് ഉപേക്ഷിച്ച മനുസാർ കൊഴയില്ലേ? അല്ലേ സാറേ? അതെ അതെ. അഖിലെ കമ്പനിയിലെ ഏറ്റവും നല്ല മോഡലല്ലേ? മാത്രവുമല്ല കരിയർ ഇസ് കരിയർ അല്ലേ? അതെ ചേട്ടാ. അല്ല ചേച്ചിയും സുന്ദരിയാണല്ലോ, എന്നിട്ടെന്താ മോഡലിംഗ് ചെയ്യാത്ത? അതിന് മനുവേട്ട സമ്മതിക്കണ്ടേ? അതെന്താ സാറേ? സാറിന് മോഡലുകൾ വലിയ ഇഷ്ടമല്ലേ? ചിക്കൻ ഫ്രൈ നിറകെ കേറി. സാറ് വെള്ളം കുടിക്കോ? അതെ തമിഴ് സ്വീറ്റ്സ് എടുത്തോണ്ട് വാ. സാറിന് ഞാൻ വെള്ളം കുടിപ്പിക്കാം. കിച്ചു പോയി സ്വീറ്റ്സ് എടുത്തോണ്ട് വാ. ഞാൻ വെള്ളം കുടിപ്പിക്കാം. പോയി സ്വീറ്റ്സ് എടുത്തു. ഞാൻ വെള്ളം കുടിച്ചോളാം. പഞ്ചാരക്കുട്ടപ്പന് സ്വീറ്റ് തിന്നു. ഐസ്ക്രീം റെഡിയാണോ മാഡം? ഇയാൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ ഈ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുമ്പോ സംശയം തോന്നുകയേ ചെയ്യരുതെന്നല്ലേ മനസ്സാറ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഭാര്യയെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനിങ്ങ് പോന്നു. ഞാൻ എന്ത് ഹെൽപ്പാണ് ചെയ്യേണ്ടത്? ഡാർലിങ്ങോ? ദേ ഭർത്താവ് ചമ്മലൊക്കെ അവരുടെ മുന്നിൽ മതി. എന്റെ അടുത്ത് കാണിച്ചാലുണ്ടല്ലോ ഇതെടുത്ത് മുഖത്തൊഴിച്ചു തരും ഞാൻ. ഒരു ഡാർലിങ്. എഴുന്നേറ്റുള്ളൂ. അയ്യോ എഴുന്നേറ്റോ? ദാ ഐസ്ക്രീം. സോറി, തണുത്ത ഒന്നും ഞാൻ കഴിക്കാറില്ല. താങ്ക്സ്. അയ്യോ മനു എഴുന്നേക്കുവാണോ? അത് പറ്റില്ല. കഷ്ടപ്പെട്ട് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിട്ടാ? കഴിക്കും മനു പ്ലീസ്. മനസ്സാ മനസ്സാ. എന്നാ
മനസ്സാർ കഴിക്കൂ. അയ്യോ സാർ, ഞാൻ അറിയാതെ. ഇറ്റ്സ് ഓക്കെ. അയ്യോ സാർ, ഷർട്ടിലെല്ലാം ആയി. സാരമില്ല, ഐസ്ക്രീം അല്ലേ. ഞാൻ തുടച്ചു തരാം. കുഴപ്പമില്ല കുഴപ്പമില്ല. അയ്യോ പോയില്ല. മതി മതി, ഞാൻ വീട്ടിൽ പോയി വാഷ് ചെയ്യുന്നുള്ള. എന്തിനാ ഇത്ര ധൃതി? അയ്യോ എവിടേക്കേ പോകുന്നത്? ഇവിടെ ഇരിക്കൂ. ഇറ്റ്സ് ഓൾ റൈറ്റ്. പോയോ? പോയി പോയി. ഇനി എപ്പോഴാ കാണുന്നത്? ആ നിക്കൂന്നേ. ഫുഡ് കുറച്ച് ഓവറായി പോയി. ഇനി എന്നാ അങ്ങോട്ടൊരു വിസിറ്റ്? എങ്ങോട്ട്? ഞങ്ങളുടെ വീട്ടിലേക്ക് അല്ലേ മനോട്ടാ? അതെ അതെ അതെ. അയ്യോ ഒരു കാര്യം മറന്നു. ഒരു സ്നാപ്പ് രണ്ടുപേരും ഒന്ന് ചേർന്ന് തന്നെ. ഫോട്ടോ എടുക്കണ്ട, ഫോട്ടോ എടുക്കണ്ട. ഇത് പഴഞ്ചൻ ക്യാമറ. ഇതൊക്കെ മതി, എനിക്ക് ആൽബത്തിൽ സൂക്ഷിക്കാനാ. പോസ്റ്റ് ചെയ്തേ. അല്ല, നിക്കാനല്ലേ പറഞ്ഞത്? അങ്ങനെ അല്ല കിച്ചു, തോളി കൈയിട്ട് നിക്കാൻ. തോളി കൈയിടണ്ട, തോളി കൈയിടണ്ട. അത് ഔട്ട് ഓഫ് ഫാഷൻ. ഔട്ട് ഓഫ് ഫാഷൻ എങ്കിൽ ഔട്ട് ഓഫ് ഫാഷൻ. കിച്ചു കൈയിട്ടെ. തോളി കൈയിടാൻ. ചുങ്കത്ത് പ്രിൻസ് ജ്വല്ലേഴ്സ്. കടി. ഹായ് കിച്ചു. ഹായ്. നിക്കുന്നേ, എങ്ങോട്ട് വലിയ തിരക്കില്ല. അല്ല, ഒരു അല്പം തിരക്കുണ്ടതാ. നിക്കുന്നേ. എന്താ ഭാര്യയോട് പിടക്കാണോ? അത് കൊള്ളാം. ഡൽഹിന്ന് ഫാക്സ് വന്നിട്ടുണ്ട്. 7 സീസിന്റെ കോൺട്രാക്ട് കൺഫേം ആക്കിന്ന്. അതൊന്നും പറഞ്ഞ പറ്റില്ല. എങ്ങനെയായിട്ടും അത് ശരിയാണ്. സാറ് വേറെ എവിടെയോ ആണല്ലോ. വർമാജി, പണവും നേരവും പാഴാവുന്നതല്ലാതെ ഒരിക്കലും ഇവളൊന്ന് പിടിതരുന്നില്ലല്ലോ. അതാ പെങ്കൊച്ചിന്റെ കുഴപ്പം കൊണ്ടൊന്നല്ല. പിന്നെ അന്നപൂർണേശ്വരി ശാപം കിട്ടിയ ഒരു മുനിയുടെ കഥയുണ്ട്. ഇഷ്ടഭക്ഷണങ്ങളെല്ലാം മുന്നിലെത്തും, പക്ഷെ ഭക്ഷിക്കാനുള്ള യോഗമില്ല. ഇങ്ങനെ തൊടാതെ ഇങ്ങനെ തൊട്ടാ മതി. കാര്യം പറ. എന്നാ അങ്ങനെ തൊടാം. രാവിലെ ഷൂട്ടിങ്ങിനായി കൊച്ചിങ് വരും. അപ്പൊ സാറ് തിരക്കില്. സാറ് ഫ്രീ ആവുമ്പോ കൊച്ചു ഹോസ്റ്റലിലെത്തും. പിന്നെങ്ങനെ? തെളിച്ചു പറ. ഞാനൊരു പ്ലാൻ പറയട്ടെ. ഒരു ഔട്ട്ഡോർ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തൂടെ? ഇതിന്റെ ബാക്കി വല്ല ഊട്ടിയിലോ ബാംഗ്ലൂരിലോ പോണ്ടിച്ചേരിയിലോ മറ്റോ. അതാവുമ്പോ പെങ്കൊച്ചി 24 മണിക്കൂറും സാറിന്റെ കയ്യിൽ തന്നെ ഇരിക്കും. വർമാജി, ഓ, താങ്ക് യു വെരി മച്ച്. ഗ്രേറ്റ് ഐഡിയ. അഖില, താൻ വളരെ ലക്കിയാണല്ലോ. എന്താ മനു? അഖില ചെയ്ത ആദ്യത്തെ ആഡ് തന്നെ നോർത്ത് ഇന്ത്യയിൽ ക്ലിക്കായി. റഷസ് കണ്ടപ്പോഴേ കമ്പനി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇപ്പതാ പുതിയ ഓഫർ. പക്ഷെ ഇത്തവണ ഫ്ലോറിലായിരിക്കില്ല, ഔട്ട്ഡോറാ. പോണ്ടിച്ചേരിയാ കമ്പനിക്ക് താല്പര്യം. ഞാൻ ഓക്കെ പറഞ്ഞു. നാളെ തന്നെ പുറപ്പെടണം. അല്ല, ഇത്ര പെട്ടെന്ന് പോണോന്ന് പറഞ്ഞാല് പിന്നെ ഞാനും അത് ചോദിച്ചു. പക്ഷെ ഇമ്മീഡിയറ്റ് റിലീസ് വേണമെന്നാണ് കമ്പനി പറയുന്നത്. അല്ല, എന്നാലും ഇയാളെല്ലാം പോയി അറേഞ്ച് ചെയ്തേ. പോയെ പോയെ. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്. അതുപോലായി ഇപ്പൊ അല്ലേ? മനസ്സിലായില്ല. ഒഴിവ് കിട്ടുമ്പോ അഖിലയും കൂട്ടി ഒരു ട്രിപ്പ് അടിക്കാമെന്ന് 2-3 ദിവസമായി ഞാനും ആലോചിക്കാൻ. അഖിലയ്ക്കും ഒരു ചേഞ്ച് ആവുമല്ലോ. ദാ ഇപ്പൊ അതും ഒത്തു. മനസ്സിലായില്ലേ? അതായത് ട്യൂബ്ലൈറ്റ് ആണ്, ട്യൂബ്ലൈറ്റ്. നിനക്കിത് എന്തിന്റെ സൂക്കേടാക്കിച്ചു? എടാ, കനകമൂലവും കാമിനി മൂലവുമാണ് മനുഷ്യന്റെ സമനില തെറ്റുന്നെന്ന് പറയുന്നതിന്റെ ലേറ്റസ്റ്റ് തെളിവാണ് നീ. അവളെ പാട്ടിന് വിട്ടങ്ങനെ എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞു. ദേ അങ്ങോട്ട് നോക്കിയേ, അത് കണ്ട. ഇപ്പൊ മനസ്സിലായില്ലേ? ആ സന്തോഷം നിനക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? നിന്റെ കയ്യിൽ പണമില്ല. അവക്ക് വേണ്ടത് പ്രേമമല്ല, പണമാണ്. അതിന്റെ തെളിവാണ് ആ കാണുന്ന ചിരി. എടാ, നിനക്കറിയില്ല എന്തിനാ പെട്ടെന്ന് ഇങ്ങനെ ഒരു പോണ്ടിച്ചേരി ട്രിപ്പ് പ്ലാൻ ചെയ്തത്? എടാ, കുമ്പളം നടന്നത് കുരു എടുക്കാനല്ലോ. പക്ഷെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊക്കെ വെറും കോമാളികളാ, സർക്കസ് കൂടാരത്തിലെ ജോക്കർ. എടാ, പൂജ്യത്തിന് സ്വന്തമായിട്ട് വിലയില്ല. അത് 1-നോടോ 10-നോടോ 100-നോടോ ചേരുമ്പോ അത് 10ആയും 100ആയും 1000ആയിട്ടൊക്കെ മാറും. അതുപോലെ നമ്മളൊക്കെ വെറും വട്ട പൂജ്യം, വെറും വട്ട പൂജ്യം. അവന്മാര് പറയുന്നൊന്നും കാര്യമാക്കണ്ട. ഇനി 2 ദിവസത്തെ ഷൂട്ടിംഗ് അല്ലേ ഉള്ളൂ റജി. ഫിഷ് ഫ്രൈ ഒന്നും കൊടുക്കണ്ട, ഫിഷ് കറി കൊടുത്താൽ മതി. എടാ ജീവ, എന്താടാ നീ അറിഞ്ഞ എന്ത്? ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനായിട്ട് മനസ്സാറ് പോണ്ടിച്ചേരിക്ക് പോണു. അതെ, പോണ്ടിച്ചേരിക്ക് പോകുന്നു. ഒപ്പം കുറെ മോഡൽസ് ഉണ്ട്. ഇതും പറഞ്ഞതല്ലേ, നിനക്കെന്താ വട്ടായ? പക്ഷെ രഞ്ജി ചേച്ചി പോകുന്നില്ല. എടാ, ഇതിന്റെ ഇടയിൽ രഞ്ജി ചേച്ചി എങ്ങനെ വന്നു?
ക്ഷണം കണ്ട ബാല് പുറകിലുണ്ട്. ആക്ട് ചെയ്യ്, ആക്ട് ചെയ്യ്. ഓ രഞ്ജു ചേച്ചി, ആ. ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനായി മനസ്സാറ് നാളെ പോണ്ടിച്ചേരി പോകുന്നു. ഒപ്പം കുറെ മോഡൽസും. അതിനിടെ രഞ്ജു ചേച്ചി എന്തിനാ? എടാ ജീവ, എന്നാലും മനസ്സാറ് മോഡൽസ് മാത്രം രഞ്ജു ചേച്ചു എങ്ങനെ പറഞ്ഞു? അതൊക്കെ മനസ്സാന്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. ആ ട്രിക്ക് രഞ്ജു ചേച്ചി അറിയാതിരിക്കുന്നല്ലേ നല്ലത്. പോണ്ടിച്ചേരിയിലോ കോയമ്പത്തൂരിലോ എവിടെയാണെങ്കിലും പോട്ടെ. കോയമ്പത്തൂരല്ല, പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി എന്ന് പറയുമ്പോ പോണ്ടിച്ചേരിയിലേക്ക് പോകുമ്പോ അയാള് പോയി പോട്ടെ. കേട്ട് കാണൂല്ലേ? കേട്ട് കാണും. അപ്പൊ ഇനി കഥ മാറും, ക്ലൈമാക്സും മാറും. നീ എന്താടാ എന്നെ വിളിച്ചത്? ജോക്കർ അല്ലേ? ഇപ്പൊ മനസ്സിലായോ ഈ ജോക്കർ വിചാരിച്ചാൽ കളി കൊഴുപ്പിക്കാനും കുഴപ്പിക്കാനും പറ്റുമെന്ന്? സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ മനസ്സാറിന്റെ പോണ്ടിച്ചേരി പദ്ധതി ഗോവിന്ദ. ഒരു സ്വപ്നം കണ്ടതാ. എടാ ഇത് പോണ്ടിച്ചേരിയാണ്. ടെൻഷനൊക്കെ മാറ്റിവെച്ച് ഒന്ന് ഉല്ലസിക്കാനാണ് നമ്മൾ ഇവിടെ വന്നത്. അതിന്റെ ഇടയിലെ നട്ടുച്ചക്കൊരു സ്വപ്നം കാണലേ. ഞാനും കണ്ടു സുന്ദരമായ ഒരു സ്വപ്നം. പോണ്ടിച്ചേരി ബീച്ചിലെ അഗാധമായ കടൽപ്പരപ്പിൽ ഒരു സ്വർണ്ണ നൗകയിൽ ഞാനും ഒരു ഫ്രഞ്ച് മദാമ്മയും മാത്രം. നൗക അകലങ്ങളിലേക്ക് ആടി ഉലഞ്ഞ് നീങ്ങും തോറും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞങ്ങൾ അടുക്കുകയായിരുന്നു. ഒടുവിൽ അതൊരു ചുംബനത്തിന്റെ വക്കോളം എത്തിയപ്പോ പണ്ടാരടങ്ങാനായിട്ട് നിന്റെ ഒടുക്കത്തെ ദുസ്വപ്നം. കിടന്നുറങ്ങടാ. ഞാൻ ബാക്കി കാണട്ടെ. പകൽക്കിനാവ് ഫലിക്കുമെന്നാ. എടാ മനസ്സാറും അഖിലേ എത്തിയോ? എപ്പോഴേ എത്തി. മുറി കയറി കഥ കൂടച്ച്. ഒരു മുറിയിലോ? ഏയ് 2 മുറിയില്. അത് പുറത്തുനിന്ന് നോക്കിയാല്. അകത്താണെങ്കിലോ രാത്രി കൂടുവിട്ട് കൂടുമാറാൻ ഇടയ്ക്കൊരു മരവാതിൽ മാത്രം. മരവാതിലോ എന്ന് വെച്ചാ? ആശാരിമാര് മരം കൊണ്ട് പണിയുന്ന വാതിലിനാണ് മരവാതിൽ എന്ന് പറയുന്നത്. എടാ മനസ്സാറിന് അകലെ കാണാൻ പുറത്തിറങ്ങണ്ട. അകത്തൂടി തന്നെ ഒരു പൊനാങ്കി വാതിലുണ്ടെന്ന് അർത്ഥം. അല്ല ഈ വാതിലില്ലാത്ത ഞാൻ ആ സ്വപ്നം ഒന്ന് ഫിനിഷ് ചെയ്തോട്ടെ പ്ലീസ്. ആരാ? ഈ വാതിലിൽ വേറെ ആരും മുട്ടാൻ? ഞാൻ തന്നെയാ മനു. വാതിൽ തുറക്ക്. എന്തിനാ? ഇതെന്ത് ചോദ്യം? നമുക്കിടയിൽ എന്തിനാ ഒരു മറ? നമുക്കെന്തെങ്കിലും സംസാരിച്ചിരിക്കാം. തുറക്ക് തുറക്ക് തുറക്ക്. എനിക്ക് ഉറക്കം വരുന്നു മനു. ഞാൻ കിടന്നു കഴിഞ്ഞതാ. നമുക്ക് നാളെ സംസാരിക്കാം. അപ്പൊ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നാളത്തെ ഷൂട്ടിങ്ങിന്റെ കാര്യം പറയാനാ. ഉറക്കമൊക്കെ ഞാൻ മാറ്റിത്തരാം. ദേ ഞാൻ 10 വരെ എണ്ണും. അതിനു മുമ്പ് തുറന്നിരിക്കണം. ദേ ഞാൻ എണ്ണാൻ തുടങ്ങുന്നു. 1 2 3 4 5 6 7. അതിലേ വന്ന കൊച്ചു കള്ളി. നീ ഇവിടെ? വെൽക്കം. താങ്ക് യു. ഞാൻ ഒറ്റയ്ക്കല്ല. പിന്നെ ഞാനും ഉണ്ട് അളിയാ. ആദ്യം ബാലുവേട്ടനോട് താങ്ക്സ് പറ. എന്തിന്? ഇത് ബാലുവേട്ടന്റെ ഐഡിയ അല്ലേ മനുവേട്ടൻ ഒരു സർപ്രൈസ് തരാൻ? ഓ നിന്റെ ഐഡിയ ആയിരുന്നല്ലേ. താങ്ക്സ്. പെട്ടെന്നുള്ള പ്ലാനിങ് ആയതുകൊണ്ടല്ലേ അളിയന് രഞ്ജുവിനെ അറിയിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചു. ഏതായാലും ഹെൽപ്പ് വളരെ നന്നായി. അപ്പൊ എല്ലാം പക്കയല്ലേ? ഇനിയിപ്പൊ നിങ്ങളായി, നിങ്ങളുടെ പാടായി. ഞാൻ എന്റെ റൂം ഒന്ന് ശരിയാക്കട്ടെ. ഹാവ് എ നൈസ് ടൈം അളിയാ. വളരെ ഹാപ്പിയാ ഹാപ്പിയാ. ഓക്കെ. ഇതുകൂടെ വെച്ച് കേട്ടോ. പൂവർ അളിയൻ. നല്ല സ്ഥലം, എനിക്കിഷ്ടമായി. അതെ, നമ്മുടെ ഹണിമൂൺ ഇവിടെ വരായിരുന്നു അല്ലേ മനുവേട്ട? കറക്റ്റ്. ഞാനും അതിനെപ്പറ്റി ആലോചിച്ചു. ഒന്നും ചോദിച്ചില്ലല്ലോ. എവിടെ നമ്മുടെ ഹണിമൂൺ കപ്പിൾസ്? ആര്? കിച്ചു അഖിലേയും. ഓ നമ്മുടെ വിച്ചുവാകിലേയും അവരവരെ മുറി കാണും. നമുക്ക് പോയി കാണാം. വേണ്ട വേണ്ട. അതെന്താ? നീ എന്തായി പറയുന്നത്? നമ്മൾ അങ്ങോട്ട് എന്ന് കാണാനോ? നമ്മുടെ ശമ്പളം പറ്റുന്നവർ ഇങ്ങോട്ട് വന്നല്ലേ കാണേണ്ടത്? അതിന് ഞാൻ വന്നത് അവർ അറിഞ്ഞിരിക്കില്ലല്ലോ. രാവിലെ അറിയുമല്ലോ. അത് പോരാ, എനിക്ക് ഇപ്പൊ കാണണം. മനുവേട്ടനെ ഞെട്ടിച്ച പോലെ എനിക്ക് അവരെ ഒന്ന് ഞെട്ടിക്കണം. മനുവേട്ടനല്ലേ എപ്പോഴും പറയാറ് കിച്ചു സ്വന്തം അനിയനെ പോലെയാണെന്ന്. എന്നിട്ട് ഇപ്പൊ മാത്രം എന്താ ഒരു ശമ്പളക്കാരനായത്? അതല്ല, എന്നാൽ ഈ രാത്രി അവരെ ബുദ്ധിമുട്ടിക്കണ്ട. അതൊന്നും സാരമില്ല. അവർക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടാവില്ല. മനുവേട്ടൻ വരണ്ട, ഞാൻ പൊയ്ക്കോളാം. ഏതാ മുറി? അത് വേണ്ട, ഞാനിവിടെ വരാം. പക്ഷെ ഈ വേഷത്തിൽ വേണ്ട. യാത്ര ചെയ്ത് വന്നതല്ലേ, ഒന്ന് ഫ്രഷ് ആയിട്ട് വരും. അത് കറക്റ്റ്. ഞാനിപ്പോ അതല്ല ബാത്റൂം, അതാണ് ബാത്റൂം. ഇത് വേറെ മുറിയാ. മുറിയോ? ആ കിച്ചുവിന്റെ മുറി. കിച്ചന്റെ മുറിയോ? ഇത്ര അടുത്തോ? അത് നന്നായി. 2 കപ്പിൾസ് അടുത്ത്. ഓക്കെ, ഒരു 5 മിനിറ്റ്. ഓക്കെ.